കേരളത്തിലെ 10 വർഷക്കാലത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും അവസാനം കുറിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു സുദിനമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ജനങ്ങൾ നൽകുന്ന പിന്തുണ അത് എത്രത്തോളം വലുതാണ് എന്ന് നാളെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു വലിയ സുദിനം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞു വന്നതാണ്, ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. നല്ല രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ UDFനുണ്ടാകും, അതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് അല്പം കൂടി കാത്തിരുന്നാൽ നമുക്കത് ബോധ്യമാകും. മലപ്പുറത്തെ 16 17 ആവാൻ പറ്റില്ല, 16 സീറ്റുള്ളൂ. അതുകൊണ്ട് ആ 16 കിട്ടും. 100%. ഓക്കെ. മറ്റൊന്നേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ ആധിപത്യത്തിലായിരിക്കും ഭരണമെന്നാണ്. എങ്ങനെ കാണുന്നു? ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിവസമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് നാളത്തെ ആ ദിവസത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മുമ്പ് ഇത്തരം പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എൻ്റേതായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോഴും നിൽക്കുന്ന അവിടെ തന്നെ, ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ മലപ്പുറത്ത് കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പരാമർശങ്ങളിൽ ഞാൻ എൻ്റേതായ അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടുള്ളതല്ല എന്ന നിലപാട് തന്നെയാണ് അന്നും ഇന്നും എൻ്റെ അടുത്തുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു നാളത്തെ, ഇന്ന് നിങ്ങൾ കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ നാളെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേഗത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയോ? അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഞങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ഈ പാർട്ടിക്ക് വലിയൊരു സംവിധാനം ഉള്ളതല്ല, ഒരുപാട് പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ. അപ്പോൾ ആ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് ഹൈക്കമാൻഡ് ചെയ്യും. ഞങ്ങൾക്ക് അതിനകത്തൊന്നും വലിയ റോളില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീണ്ടെങ്കിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല സംസാരിക്കാൻ പറ്റും നാളെ. അതൊക്കെ എന്ന് പറയുന്നത് പല കാര്യങ്ങളും കാലങ്ങളായിട്ട് മനുഷ്യർ ഉപയോഗിച്ച് വരുന്ന ചില പ്രയോഗങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ സമയം തന്നെ കണക്കൂട്ടി പറഞ്ഞാൽ എങ്ങനെ? ലീഗിന്റെ റോള് വ്യക്തമായോ?